യൂട്യൂബ് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പല ചാനൽസിലും ഇപ്പൊ നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളാണ്. അതിൽ എടുത്തു പറയേണ്ടതാണ് രേവതി സമ്പത്തിന്റെ ഇപ്പോഴത്തെ ഇഷ്യൂ, സിദ്ദിഖിനെതിരെ കൊടുത്തിട്ടുള്ള ഒരു ഇഷ്യൂ. ഇത് സിദ്ദിഖിനെ മാത്രം എതിരായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ കാണുന്ന ലിസ്റ്റിലുള്ള 14 പേരുണ്ട്. അത് ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ഇനി പൊളിറ്റിക് ആയിക്കോട്ടെ, എല്ലാവരുടെ നെയിം ലിസ്റ്റും ഇതിലുണ്ട്. പിന്നെ കേസ് എടുക്കുന്നതിന് മുന്നേ ഒരിക്കലും കേസ് കൊടുത്ത ആളുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി ചെക്ക് ചെയ്യണത് നല്ലതാണെന്നുള്ളത് സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിച്ചിരുന്ന കോളേജില് ആളുടെ സഹപാഠിയുടെ ഒരു ന്യൂഡ് വീഡിയോസ് എടുത്തിട്ട് പ്രചരിപ്പിച്ച എന്ന പേരിൽ ഈ കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഇതേപോലെ യൂട്യൂബ് ചാനലിൽ കാണാനിടയായി. തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടട്ടെ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. പക്ഷെ അതിനു മുന്നേ ആളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ചെക്ക് ചെയ്തിട്ട് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂസ് മാത്രം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂസ് ചാനൽസ് ഒക്കെ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തു വെക്കണ്ട. ഓക്കെ, ബൈ.